ഇന്ന് ബുർജ് ഖലീഫയിൽ ടൂർ പോവാണ് ഗൈസ്. ഞങ്ങൾ ഔട്ട്ഡോറിലാണ് ഗൈസ് നിൽക്കുന്നത്. ഗൈസ് ഇപ്പൊ ഞാൻ പിന്നെ മൈക്കിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ വീഡിയോ ക്വാളിറ്റി കുറച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മൈക്ക് മേടിക്കണം. സോ ഗൈസ് നമ്മൾ ഇന്നലെ വീഡിയോ ക്വാളിറ്റി കൂടുന്നത് നമ്മുടെ ഓഡിയോ ക്വാളിറ്റി കൂടുമ്പോൾ വീഡിയോ ക്വാളിറ്റി കൂടുതലല്ലോ. ഒടുക്കം നമുക്ക് ഇന്നലെ ഒരു മൈക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ മൈക്ക് യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. ആ മൈക്ക് നമ്മൾ ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. സോ നിങ്ങളുടെ മുന്നിൽ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ് അത് കൊള്ളാമോ ഇല്ലയോ, അതോ വേറെ മേടിക്കണോ, തൽക്കാലത്തേക്ക് അത് മതിയോ, അതൊക്കെ അറിയാൻ വേണ്ടി നമ്മളിപ്പോ ആ മൈക്ക് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് മൈക്ക് എടുക്കാം. ഓക്കെ യെസ് ഗൈസ്, ദിസ് ഈസ് ദ മൈക്ക്. ഇത് നമ്മളെ സാധാരണ വേറെ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ 20,000, 12,000, 14,000 രൂപയുടെ മറ്റേ നോയിസ് ക്യാൻസലേഷൻ ഉള്ള മൈക്കല്ല. നമ്മൾ തൽക്കാലത്തേക്ക് അത് തന്നെ തൽക്കാലത്തേക്ക് ഒരു ചെറിയ മൈക്കാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൈക്ക് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. വൂക്കിന്റെ എയർ മൈക്കാണ് നമ്മൾ മേടിച്ചത്. വയർലെസ് ആണ് വൂക്ക് എയർ മൈക്ക്. മൈക്കിന്റെ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ട ഇങ്ങനെ ഒരു ബോക്സ് ആണ് കിട്ടുന്നത്. ഇതിനകത്ത് ഒരു ചെറിയ ബോക്സും പിന്നെ നമ്മുടെ വിൻഡ് റെസിസ്റ്റ്. ഞാൻ പണ്ട് വിചാരിക്കുവായിരുന്നേടാ ഈ എല്ലാവരുടെയും മൈക്കില് എന്തിനായിരിക്കും ഈ പോലത്തെ ഞാൻ പണ്ടെപ്പോഴും ഓർക്കുന്നു. ഇത് നമ്മുടെ കാറ്റൊക്കെ വരുമ്പോഴത്തേക്ക് അതിനെ റെസിസ്റ്റ് ചെയ്ത് നമ്മുടെ ഓഡിയോ മാത്രം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പെട്ടിയാണ്. ഈ പെട്ടിക്കകത്ത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ പെട്ടി തുറക്കുമ്പോ ദാണ്ട കണ്ടില്ലേ, 2 മൈക്കും ഒരു റിസീവറും ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് കണ്ടോ 2 മൈക്ക്. ഈ മൈക്ക് നമുക്ക് ഈ മൈക്ക് ക്ലിപ്പൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ക്ലിപ്പൊക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റില് ഈ മൈക്ക് ഞാൻ വെച്ച് നോക്കാം. പവർ ബട്ടൺ ഞെക്കുക. യെസ്, അപ്പൊ നമ്മുടെ ഇവിടെ ലൈറ്റ് എത്തും. എന്നിട്ട് നമുക്ക് ഞാൻ ഇങ്ങനെ വെച്ചേട്ടോ. ഞാൻ അടുത്ത മൈക്ക് നമുക്ക് ഇവക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ റിസീവർ നമുക്ക് നമ്മുടെ ഫോണിൽ കുത്താം. ഓക്കെ യെസ് ഗൈസ്, നമ്മുടെ റിസീവർ അങ്ങനെ മൊബൈലിൽ ഞാൻ കുത്തിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സംസാരിക്കുന്നത് മൈക്കിൽ കൂടെ ആയിരിക്കും. ഹായ് ഗൈസ്, ഞാൻ പറയുന്ന കേൾക്കാവോ? നമ്മളിപ്പോ ഈ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഗസ്റ്റ് റോൾ ആണ് ഗൈസ്. ഇടക്കിടക്ക് വരും, ഇടക്കിടക്ക് പോകും. മൂഡ് വരുമ്പോ വരും, മൂഡ് പോകുമ്പോ തിരിച്ചു പോകും. ആമീനെ കൊണ്ടൊരു ഹായ് പറയിപ്പിക്കട്ടെ. ഹലോ പറ. വേണ്ട വേണ്ട വേണ്ട. കുട്ടി ഫസ്റ്റിലെ പഠിച്ച സ്പാനിഷ് ആണ്, അതാണ് സംസാരിക്കുന്നത്. അപ്പൊ കുട്ടിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്, നമ്മുടെ മൈക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ സംസാരം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ ഹലോ ഹായ് 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 ഹലോ ഹലോ കേൾക്കാം. ഹലോ, ഈ റൂമിന്റെ കുറച്ച് ദൂരെ പോയി സംസാരിക്കാം. അപ്പൊ കേൾക്കാൻ പറ്റും നോക്കണേ. ഹലോ കേക്കണ്ട് എനിക്ക് കേക്കണ്ട്. ഇതാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇതാണ് പറയാൻ പോകുന്നത്. ഇന്നത്തെ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഹൈ ഹലോ ഹലോ. ഇന്ന് ബുർജ് ഖലീഫയിൽ ടൂർ പോവാണ് ഗൈസ്. ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാനൊന്ന് നോക്കട്ടെ. അടുത്തതായി ഫസ്റ്റിന് ദൂരെ പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഈ കേൾക്കുന്നതാണ് ഈ മൈക്കിന്റെ ഒരു ഓഡിയോ ക്വാളിറ്റി. അതെ, അപ്പൊ ഈ ഒരു മൈക്ക് കൊണ്ട് എനിക്ക് തോന്നുന്ന ഗുണമെന്ന് വെച്ചാല് ഒരുപാട് സൗണ്ടിൽ സംസാരിക്കണ്ട. പിന്നെ ഫോൺ ദൂരെ ആണെങ്കിൽ നമുക്ക് കേൾക്കാം. അല്ലാതെ നമ്മുടെ ഗൈസ്, നിങ്ങൾ എപ്പോഴും ഞാൻ കുറെ ശ്രദ്ധിച്ചിട്ടുണ്ട്, കമന്റ് ചെയ്യുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് വായിലേക്ക് ക്യാമറ വെച്ച് സംസാരിക്കുന്നത്. ഒരൊറ്റ റീസണേ ഉള്ളൂ ഗൈസ്, നമുക്ക് ഇത്ര നാള് മൈക്ക് ഇല്ലായിരുന്നു. അപ്പൊ നമ്മള് ഫോൺ എവിടെയാണോ ഇരിക്കുന്നത് അത്രയും ഫോൺ അടുപ്പിക്കും തോറും നമുക്ക് കേൾക്കുന്ന സൗണ്ട് അത്രയും കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഫോൺ അത്ര അടുത്ത് വെക്കുന്നത്. എല്ലാവരും കമന്റ് ചെയ്യുന്നത് എന്തിനാ തൊളയിലേക്ക് കയറ്റുന്നത്, എന്തിനാ മൂക്കിന്റെ തൊളയ്ക്ക് കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കേണ്ടത് വേറെ ഒന്നും കൊണ്ടല്ല. ഓഡിയോ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി മാത്രമാണല്ല, അത് വേറെ ഒന്നും അല്ല. ഇനി നമ്മൾ നോർമൽ ആയിട്ടായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക, കാരണം ബിക്കോസ് നമുക്കിപ്പോ മൈക്കുണ്ട്. അതെ, അപ്പൊ ഈ ഒരു മൈക്കിന്റെ ഉപയോഗം ഇതാണ്. നമുക്ക് എത്ര ദൂരെ വെച്ച് വേണമെങ്കിൽ സംസാരിക്കാം. അപ്പൊ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്കിനി ഔട്ട്ഡോറിലേക്ക് ഇറങ്ങാം. ഓക്കെ ഞാൻ പറയുന്ന കേക്കാവോ? അപ്പൊ ഇതാണ് നമ്മൾ ദൂരെ നിന്നിട്ട് എടുക്കുമ്പോൾ ഉള്ള ഒരു ഓഡിയോ ക്വാളിറ്റി. ഇപ്പൊ ഞങ്ങൾ ഔട്ട്ഡോറിലാണ് ഗൈസ് നിൽക്കുന്നത്. മൈക്കിലാണോ അപ്പൊ? അല്ലേ, മൈക്കിലാണോ അപ്പൊ സംസാരിക്കുന്നത്? മൈക്ക് ഓൺ ആണോ? അതെ അതെ, ഗ്രീൻ കത്തി ഓണെന്നല്ലേ. മൈക്ക് ഓഫ് ചെയ്താ സംസാരിച്ച എന്തായാലും ഇങ്ങനെ വെച്ചോണ്ട് സംസാരിക്കും.
മൈക്ക് ഓണാക്ക് ഓണാക്ക് ഓണാക്ക്. ഗൈസ് ഇപ്പൊ ഞാൻ പിന്നെ മൈക്കിലാണ് സംസാരിക്കുന്നത്. ഹായ്, ഹലോ ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഔട്ട്ഡോറിലെ ക്വാളിറ്റി. വാവിലെ സൂപ്പർ. ഞങ്ങള് കാണിച്ച വീഡിയോയിലും മനസ്സിലായില്ല. നിങ്ങൾക്കും ആ ഒരു ചേഞ്ച് മനസ്സിലായി കാണും ഉറപ്പായിട്ടും. ഈ ഒരു സാധനത്തിന്റെ പ്രോഡക്റ്റിന്റെ ഇത് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. ബിക്കോസ് ഇപ്പൊ യൂട്യൂബ് സ്റ്റാർട്ടൊക്കെ ചെയ്തവർക്കൊക്കെ ആണെങ്കിൽ ഒരു ലോ ബഡ്ജറ്റ് മൈക്ക് തപ്പുവാണെങ്കിൽ ഒരു നല്ല ഗുഡ് ചോയ്സ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. വളരെ ഉപകാരപ്പെടും. പക്ഷെ ഇതിന്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ പുറത്തുനിന്ന് സംസാരിക്കുമ്പം ഇതിന്റെ ഒറ്റ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ദൂരെ നിന്ന് സംസാരിച്ചാലും നമുക്ക് എന്താ ആ ഒരു അടുത്ത് അതായത് കറക്റ്റ് ക്വാളിറ്റി. അതായത് ഇപ്പൊ നമ്മൾ പതുക്കെ എന്തോ സുഖമല്ലേ പിന്നെ അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ വ്ളോഗ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഉറക്കം എനർജറ്റിക് ആയിട്ട് സംസാരിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഈ മൈക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. പുറത്ത് നിൽക്കുമ്പോഴെല്ലാം നമുക്ക് യൂസ്ഫുൾ ആണ്. പക്ഷെ നമ്മളിപ്പോ ഒരു റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ഭയങ്കര നോയ്സ് ഉള്ള സ്ഥലത്താണെങ്കിൽ എല്ലാ നോയ്സും ഇതിനകത്ത്. പക്ഷെ കാറ്റുള്ള സ്ഥലങ്ങളിൽ പോണേ നമുക്ക് ഈ വിൻഡിന്റെ സാധനം ഈ കാറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് ഈ സാധനം വെച്ച് കുറെയൊക്കെ നമുക്ക് എന്താ കാറ്റിന്റെ സൗണ്ട് ഈ സൗണ്ട് നമുക്ക് മാറ്റാം. ഒരുപാട് നോയ്സ് ഉള്ളിടത്ത് നോയ്സ് ക്യാൻസലേഷൻ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസ് വേരിയേഷൻ ഉണ്ട്. നോയ്സ് ക്യാൻസലേഷൻ വരുമ്പോഴത്തേക്ക് അബൌട്ട് 10K 20K ആവും. അതെ, ആ ഒരു 19,000 ആണ് മറ്റേ ബട്ടൺ മൈക്കില്ലേ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 20,000 ഒക്കെ ആവും. അല്ലാതെ നമുക്ക് ഇപ്പൊ തൽക്കാലത്തെ ഒരു നോർമൽ യൂസിന് ഇത് ബെസ്റ്റ് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് ഇനിയുള്ള വ്ളോഗുകൾ ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ലവ് യു.